Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്ക് എന്നും പറയാം, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം, മറ്റേ പാർട്ടികളിലൊക്കെ സ്റ്റാറാവാൻ പറ്റിയ ഒരു റെസിപ്പി ഒന്നും വേണമെന്ന് പറയാം കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത്, അതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി കാണുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും എളുപ്പത്തിൽ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് തേങ്ങ എടുക്കണം. ഇത് ഞാൻ 4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ 2 കപ്പ് തേങ്ങ മുഴുവനായിട്ടും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ായിട്ടുള്ള തേങ്ങ ഉണ്ടാകുന്നില്ലേ, ആ ബന്നങ്ങ പോലത്തെ ആ തേങ്ങയാണ് കേട്ടോ. എനിക്ക് ഇന്ന് നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തതാണ്. അപ്പോൾ അത് തന്നെ ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏത് തേങ്ങയാണ് ചെറിയ നല്ല തേങ്ങ ഉള്ളത് അത് ഇട്ടെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ഇട്ടെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ഇങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് അതിനെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടായിട്ട് അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ ഒന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ടായിട്ട് ഇങ്ങനെ പൾസ് ചെയ്തെടുക്കൂലേ, അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ തേങ്ങയൊക്കെ ഇങ്ങനെ ഇടിയായിട്ടുള്ളത് കുറച്ചുകൂടി ചെറിയ പീസായിട്ട് നുറുക്കായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇത് മുഴുവനും ഞാൻ 2 ഇതാക്കിയിട്ടാണ് ഇതിനെ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബാക്കി അതിൽ തന്നെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ടാത്തവർ ഒഴിവാക്കാം. ഇവന് സ്നാക്കായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഷുഗർ ഇടുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ മറ്റ് റെസിപ്പി ആയിട്ട് നമ്മൾ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഷുഗർ ഒഴിവാക്കാൻ കുഴപ്പമില്ല. ഇത് കറുത്ത എള്ള് 1 ടേബിൾ സ്പൂണ്, വെളുത്ത എള്ള് 1 ടേബിൾ സ്പൂണ്, പിന്നെ കൂടാതെ 2 ടേബിൾ സ്പൂണ് റവയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറുത്തതും വെളുത്തതും 2 എള്ളും ഒന്ന് നമ്മളുടെ കയ്യിൽ ഒന്നാണ് ഉണ്ടെങ്കിൽ ആ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒന്നുകൂടി നമുക്കിങ്ങനെ മൊത്തത്തിൽ മിക്സാക്കി എടുക്കാം. ആ പൊടിച്ച ഷുഗറൊക്കെ കുറച്ച് മാത്രമായിട്ട് എടുത്തിട്ടല്ലേ നമ്മൾ ഇതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും എല്ലാം ഒന്നാകെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുഴുവനായിട്ടും ഇങ്ങനെ ഒന്നും കൂടി കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുന്നുള്ളത്. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ നനച്ചിട്ടെല്ലാം ഉണ്ടാക്കുന്നില്ല, അങ്ങനെ തന്നെ ഇത് ഉണ്ടാക്കൽ. അതിൻ്റെ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് നല്ല ഗീയില്ലേ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏതാണോ നല്ല ഗീ ഉള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ടൈമിൽ ഓയിൽ ചൂടാവാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഒരുപാടപ്പം ഒരുമിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുളിയാമ്പറ്റോ വെച്ചെടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മളുടെ ഈ മാവ് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി, അത്രമാത്രം. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഇട്ടിട്ടുണ്ടാക്കുന്നെങ്കിലും ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുന്നുള്ളത്. എന്നിട്ട് ഞാൻ നമ്മളുടെ പത്തിരി പ്രസ്സിലെ നമ്മുടെ കാസർഗോഡ് പത്തൽ ചുടുന്ന അച്ച്, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്കിപ്പോൾ ഒന്നാകെയായിട്ട് വലിയ ചട്ടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നാകെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നില്ല, അങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ടോ എന്തെങ്കിലും കപ്പ് വെച്ചിട്ടോ മറ്റോ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് നമ്മൾ പാട്ടത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആക്കുന്നില്ലേ, ഒന്നാകെയായിട്ട് വലിയ ചട്ടിയിലിടുന്ന അങ്ങനെ ഇട്ട് കൊടുത്തിട്ടും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ല ബോൾ പോലെ ആയിട്ട് പൊന്തിയിട്ട് വരും, നല്ല പൊങ്ങി വരുന്നുണ്ട്. എന്നിട്ടായിട്ട് നമുക്കിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
കൊടുക്കാം. പെട്ടെന്ന് ഇത് മുരിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒരിക്കലും നഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ എത്ര നേരം വെച്ചാലും അത് നല്ല പൊങ്ങി തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല കറുമുറുവാകുന്നുണ്ട്. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും ആകുന്നുണ്ട്. ഈ ചീനച്ചട്ടീനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് അതിൽ നമ്മൾക്ക് സൈഡിലൊക്കെ ആയിട്ടുള്ള സാധനമൊന്നും പോകുന്നില്ല. ഇതിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ വിരുന്നാറൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. നമ്മൾ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ പച്ചരിയൊക്കെ അരച്ചിട്ടല്ലോ ഉണ്ടാക്കേണ്ടല്ലോ വേണ്ടേ. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഗോതമ്പ് മാവ് കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് എളുപ്പത്തിൽ നമ്മളുടെ കയ്യിലുണ്ടാകുന്ന സാധനമല്ലേ, തേങ്ങയായാലും, അപ്പോൾ അതിലേക്ക് എള്ളും കൂടിയിട്ട് ഇങ്ങനെ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു 5-10 മിനിറ്റിൻ്റെ അകത്ത് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കൂല. അപ്പോൾ ഇതാ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ നമ്മളുടെ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയ അപ്പം ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ കാഴ്ചക്ക് നമുക്ക് നെയ്പ്പത്തിൽ പോലെ ഉണ്ടെങ്കിലും നെയ്പ്പത്തിരി പോലെ ഉണ്ടെങ്കിലും ഇത് കഴിക്കാൻ സ്നാക്ക് പോലെയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നല്ലൊരു നെയ്പ്പത്തിലെല്ലാം ഉണ്ടാകുന്നില്ലേ, അതുപോലെയും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ. അതിൻ്റെ രുചി ബായിന്ന് എന്തായാലും പോയില്ല. നമ്മൾ ഇത് ഗോതമ്പ് മാവിലുണ്ടാക്കിയെന്ന് ആരും പറയുകയില്ല. അത്രയ്ക്കും ടേസ്റ്റും ഹെൽത്തിയാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. നെയ്പ്പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പിയും ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് മട്ട അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. നമ്മളുടെ കാസർഗോഡ് നാട്ടിൽ എളുപ്പത്തിലുണ്ടാക്കുന്ന നെയ്പ്പത്തിരിൻ്റെ റെസിപ്പിയും ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി ഒന്ന് കണ്ടു നോക്ക്. ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.